ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഈ ചൂടുകാലത്ത് ക്ഷീണം അകറ്റാനും ആരോഗ്യം പ്രദാനം ചെയ്യാനും പറ്റിയൊരു പാനീയമാണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മുടെ സംഭാരം. അതിനായിട്ട് 4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചിൻ്റെ ഒരു ഇഞ്ചി, ഇത് 3 നമുക്ക് ചതച്ചെടുക്കണം. നമുക്കൊരു കല്ലിലിട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. പണ്ട് കാലത്തൊക്കെ വീട്ടിലാരെങ്കിലും വന്നാൽ ചായയും കാപ്പിയും കൂൾ ഡ്രിങ്ക്സും ഒന്നും അല്ല കൊടുത്തിരുന്നത്, സംഭാരമായിരുന്നു. അന്നൊക്കെ നാട്ടിൻപുറത്തെ മിക്ക വീടുകളിലും പശു വളർത്തിയിരുന്നു. ഇനിയിപ്പം പശു ഇല്ലാത്ത വീടാണെങ്കിലും ശുദ്ധമായ പാല് വാങ്ങാൻ കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീടുകളിലെല്ലാം തൈരും മോരും എല്ലാം സുലഭമായിരുന്നു. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പാനീയമാണ് മോര്. അത് വെച്ച് സംഭാരമുണ്ടാക്കിയാലോ? നല്ല പുളിയുള്ള കട്ട തൈര് 1 കപ്പ് എടുക്കാം. 1 കപ്പ് തൈര് വെച്ച് നമുക്ക് 4 പേർക്ക് കുടിക്കാനുള്ള സംഭാരം ഉണ്ടാക്കാം. 1 ഗ്ലാസ് തൈരിന് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കണം കേട്ടോ കൂട്ടുകാരെ. തണുത്ത വെള്ളം വേണം ഒഴിക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇടാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് മുറിച്ചിടാം. ഇനി നാരങ്ങയുടെ ഇല കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുകൂടെ മുറിച്ചിട്ടാൽ നമ്മുടെ സംഭാരത്തിന് നല്ല മണം കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാരങ്ങയുടെ ഇല കിട്ടിയില്ലെങ്കിലും നമുക്ക് സംഭാരം ഉണ്ടാക്കാം. ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല. എല്ലാ ചേരുവകളും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അരിച്ച ഇലയും ഉള്ളിയെല്ലാം കളഞ്ഞ ശേഷം സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.